അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. നീ കൊള്ളാമല്ലോടി പെണ്ണേ. അവളുടെ അടുത്ത ഇരയായിരിക്കും ഇയാള്. എവിടൊക്കെയോ കൊറിയൻ വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിരുന്ന സമയത്താണ് ഞാൻ മീറ്റ് മീരി ചേച്ചി ഈ സെയിം റീൽ ചെയ്ത് കണ്ടത്. അപ്പൊ എനിക്ക് ഒരാഗ്രഹം, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. அப்போ நான் பொட்டனா? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? അവനൊരു സാധുവാണെന്നേ. പക്ഷെ ഞാൻ അവനെ കുറ്റം പറയുള്ളൂ. ആണുങ്ങളായ ഒരു പിടിപ്പ് വേണം. ആണുങ്ങൾക്ക് പിടിപ്പില്ലെങ്കിലേ ആരെങ്കിലും വന്ന് കണ്ണും കൈയും കാണിച്ചാൽ ഭാര്യ ഇറങ്ങി അവന്റെ കൂടെ അങ്ങ് പോകും. എന്നെയൊക്കെ ഒറ്റ കയ്യിൽ എടുക്കാന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യം നെഹിഹേ. കാരണം അത്രയ്ക്ക് വെയിറ്റ് ഉണ്ട് എനിക്ക്. ഞാനൊരു 10-70-72 കിലോ ഉണ്ട് കേട്ടോ. ഇവൻ അത്യാവശ്യം ആരോഗ്യമുള്ളത് കൊണ്ട് ഇവൻ പുഷ്പം പോലെ അത് ചെയ്തു. അവൻ രാവണനാ. അവനാ സീതയെ അടിച്ചുകൊണ്ടു പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ തകർന്നുപോയ ഹനുമാനെ വീണ്ടും ഇറക്കി ഷൈൻ ചെയ്യാം, അല്ലെങ്കിൽ നിന്റെ വാലും മുറിയും. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ പോയത് പോഞ്ഞിക്കരയിലോട്ടാണ് കേട്ടോ. നല്ല അടിപൊളി സീ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. കുറച്ച് ദിവസമായിട്ട് ഞാൻ കുക്ക് ചെയ്ത ഫുഡ് മാത്രം കഴിച്ചു മറന്നവകം മരവിച്ച് കിടക്കുകയാണ്. വയറ് കത്തുന്നു. മരുമകളുണ്ടാക്കിയ കറി കുറെ ഞാനിങ്ങ് കഴിച്ചു. വെറുതെ പറയാനൊന്നും. ഇവിടെ രാത്രി ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞുണ്ടാക്കിച്ചു. നിനക്ക് ഈ കാട്ടുപോക്കാനല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലോടി? വണ്ടിയുടെ ബോഡി നന്നായിട്ട് കാര്യമില്ലല്ലോ മുതലാളി, എഞ്ചിനിലല്ലേ കാര്യം. നീ വിഷമിക്കാണ്ടി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമവും ഇല്ല. അങ്ങോട്ട്